നല്ല മീനാട്ടോ ചൂര മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മല്ലി മുളകും ഒക്കെ എണ്ണയിൽ വഴറ്റി കുടംപുളി തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തിളപ്പിച്ച് ഒരു നല്ലൊരു മീൻ കറിയാണ് വയ്ക്കാൻ പോണത്. അത് ഞാൻ തയ്യാറാക്കണം. മുളക് ഒരു ചൂര മീന കൊടുന്നൊക്കെ വേണ്ടി ചെറിയ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മീന മേടിച്ചേക്കണം, മൂത്ത മുകൾ മേടിച്ചേക്കണത്. അപ്പം ഒന്ന് അവരുടെ വെപ്പല്ല, ഞാൻ എൻ്റെ രീതിയിലുള്ള വെപ്പാട്ട വയ്ക്കുന്നത്. കുടംപുളി അപ്പോൾ അത് നോക്കിയോളൂ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, മുളക് ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ചൂടാക്കി കുടംപുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി തിളച്ചു. എന്നിട്ട് ഇനി കുടംപുളി അതിലേക്ക് ഇടുകയാണ്. കുടംപുളി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചൂടായി. കുടംപുളി തിളച്ചു. പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുടംപുളി ഞാൻ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. കുടംപുളിയിലേക്ക് ഒഴിച്ചു, എല്ലതും ഇപ്പോൾ സെറ്റിങ്സാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി മീൻ എടുത്താട്ടോ എല്ലാം ഒഴിച്ചു. മല്ലിപ്പൊടി, മുളക് പൊടി ചൂടാക്കി, കുടംപുളി തിളപ്പിച്ച് ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. ഈ മീനിട്ട് വേപ്പിലിട്ട് വേപ്പിലിട്ടു, പച്ചമുളക് ഇട്ടു. പച്ചമുളക് വെച്ചതവിടെ പച്ചമുളക് എല്ലാം ഇട്ട് സെറ്റിങ്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കട്ടെ കേട്ടോ.